ലോകം നമ്മുടെ നാടിനെ എന്തുകൊണ്ടാവും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിച്ചിട്ടുണ്ടാവുക? നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം കൊണ്ട് തന്നെയാവും അല്ലേ? ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന സൗന്ദര്യം മാത്രമല്ല നമ്മുടെ നാടിൻ്റേത്, അതൊരു ഫീലാണ്. കാടും കടലും പുഴയും മലയും കായലുമെല്ലാം തരുന്ന വ്യത്യസ്തമായൊരു ഫീൽ. വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിൽ ഇവിടുത്തെ ജലാശയങ്ങൾക്ക് വലിയ പങ്ക് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വാട്ടർ ടൂറിസം കേരളത്തിന് മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാകുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന കടൽത്തീരം, കേരളത്തിലാകെ പരന്നു കിടക്കുന്ന കായൽ ശൃംഖല, കിഴക്കൻ മലകളിൽ നിന്നുത്ഭവിച്ച് ഒഴുകിയെത്തുന്ന 44 നദികൾ, ഇതൊന്നുമല്ലാതെ വയലുകൾ, കുളങ്ങൾ, മറ്റ് ജലാശയങ്ങൾ, കനാലുകൾ. ഇനി എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കാനാവും നമുക്ക് നമ്മുടെ ഈ ടൂറിസം സെക്ടറിലെ ഈ പൊട്ടൻഷ്യൽ? പരമ്പരാഗത ടൂറിസം കോൺസെപ്റ്റിനപ്പുറം ആധുനിക ഗതാഗത സംവിധാനങ്ങൾ, സാഹസികത, സാംസ്കാരിക ആഘോഷങ്ങൾ എന്നിവയെല്ലാം കോർത്തിണക്കി പ്രോപ്പർ പ്ലാനിലൂടെ മുന്നേറിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം മറികടന്ന് നമുക്ക് മുന്നേറാൻ സാധിക്കും. കേരളത്തിൻ്റെ വിശാലമായ കടൽത്തീരം ബീച്ച് ടൂറിസത്തിന് വളക്കൂറുള്ള മണ്ണാണെന്നതിൽ ആർക്കാണ് സംശയം? കോവളം, വർക്കല, കാപ്പാട്, ബേപ്പൂർ, ചെറായി, മാരാരി, മുഴപ്പിലങ്ങാട് തുടങ്ങിയ ബീച്ചുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തി ആർജിച്ചവയാണ്. പ്രകൃതി സൗന്ദര്യത്തിനും കാലാവസ്ഥ പ്രത്യേകതകൾക്കും ഏറെ പേരുകേട്ട കേരളത്തിലെ ബീച്ചുകളിലേക്ക് നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഏറെ മുന്നേറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബീച്ചുകൾ. നിലവിലെ പുരോഗതി നിലനിർത്തുകയും കൂടുതൽ മെച്ചപ്പെട്ട അന്തരീക്ഷം ഒരുക്കുകയും ചെയ്താൽ ഇവിടെ പൊന്നുകളയും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ, ബേപ്പൂരിലെ സർഫിംഗ് അക്കാഡമി, കോവളത്തെ സ്കൂബ ഡൈവിംഗ് തുടങ്ങിയവ ഈ രംഗത്തെ പുതിയ കാൽവെപ്പുകളാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ കണ്ണൂരിലെ മുഴപ്പിലങ്ങാട്ടെ ഡ്രൈവിൻ ബീച്ച് നവീകരണം ആദ്യഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പദ്ധതി പൂർത്തിയാവുന്നതോടുകൂടി ലോക ടൂറിസം മാപ്പിൽ മുഴപ്പിലങ്ങാട് ഇടം പിടിക്കും. കടലിന്റെ സൗന്ദര്യം നേരിട്ട് ആസ്വദിക്കാനാവുന്ന തരത്തിൽ ബീച്ചിൽ ഇത്തരമൊരു പദ്ധതി കേരളത്തിൽ ആദ്യമാണ്. 4.5 കിലോമീറ്ററിലേറെ ഡ്രൈവ് ചെയ്തു പോകാവുന്ന ബീച്ചിനോട് ചേർന്ന് 1 കിലോമീറ്ററിലാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണം പൂർത്തിയായത്. ബീച്ച് വിനോദങ്ങൾക്കുള്ള സജ്ജീകരണം, വാട്ടർ സ്പോർട്സ് എന്നിവയ്ക്കൊപ്പം ധർമ്മടം ബീച്ചും തുരുത്തുമായി ബന്ധിപ്പിക്കുന്ന സർക്യൂട്ട് പദ്ധതി പൂർത്തിയാകുമ്പോൾ യാഥാർത്ഥ്യമാകും. 2026 ഡിസംബറിൽ 4 ഘട്ടങ്ങളും പൂർത്തിയാകുമെന്നാണ് കണക്കാക്കുന്നത്. 231 കോടി രൂപ ചെലവിട്ടാണ് മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി. 79 കോടിയാണ് ആദ്യഘട്ടത്തിൽ ചെലവഴിച്ചത്. ഇത്രയും തുക എന്തിനാണ് ചെലവഴിക്കുന്നതിന്റെ സാങ്കത്യം ചോദ്യം ചെയ്യുന്നവർക്കുള്ള മറുപടിയായി മുഴപ്പിലങ്ങാട് വളരുമെന്ന് ഉറപ്പാണ്. കേരള ടൂറിസത്തിന്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റാണ് കായൽ ടൂറിസം, പ്രത്യേകിച്ച് ഹൗസ് ബോട്ട് യാത്രകൾ. വേമ്പനാട്, അഷ്ടമുടി, കവ്വായി തുടങ്ങിയ കായലുകൾ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ആലപ്പുഴയും കുമരകവും കായൽ ടൂറിസത്തിൽ കേരളത്തിന്റെ കരുത്താണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആലപ്പുഴയെ ലോക നിലവാരത്തിനുള്ള ജലവിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തുടങ്ങുമെന്നറിയുന്നത് ടൂറിസം രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഏറെ സന്തോഷം പകരുന്നതാണ്. 75 കോടിയുടേതാണ് ഈ പദ്ധതി. ആലപ്പുഴ ബീച്ചിന്റെ വികസനം, കനാൽ പുനരുദ്ധാരണം, കായൽ തീരത്തുള്ള ക്രൂയിസ് ടെർമിനൽ എന്നിവ കോർത്തിണക്കിയുള്ള ബീച്ച് കനാൽ ടൂറിസത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. കനാൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പ്ലാസ, ബോട്ട് ഡെക്ക്, ബോട്ട് ജെട്ടിയുടെ പുനരുദ്ധാരണം തുടങ്ങിയവ ഒരുക്കുന്നതാണ്. കായലിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ, ബോട്ട് ടെർമിനൽ, കഫറ്റേറിയ, ബോട്ട് ഡെക്കുകൾ എന്നിവ ഉണ്ടാകും. ഇത് ക്ലിക്കായാൽ ആലപ്പുഴയുടെ ഗതി തന്നെ മാറും. കേരളത്തിന്റെ ഉൾനാടൻ ജലഗതാഗത ശൃംഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ച കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി ഗതാഗത രംഗത്ത് മാത്രമല്ല ടൂറിസം രംഗത്തും ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ്. കൊച്ചി വാട്ടർ മെട്രോ കൊച്ചി നഗരത്തെയും സമീപ ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന ഈ പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതി സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ കായൽ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. രാജ്യത്തെ മറ്റു നഗരങ്ങൾ പോലും ഈ മാതൃക പഠിക്കാൻ താല്പര്യം കാണിക്കുമെന്നാണ് കേരളത്തിൻ്റെ ടൂറിസം മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നത്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീളുന്ന ജലപാത വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ വികസനം പൂർത്തിയാകുന്നതോടുകൂടി വിനോദസഞ്ചാരത്തിന് പുതിയ സാധ്യതകൾ തുറക്കും. കേരളത്തിലെ നദികൾ നാടിൻ്റെ സംസ്കാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണല്ലോ. വള്ളംകളികളും നദീതീര ഉത്സവങ്ങളും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. കയാക്കിംഗ്, കാനോയിങ്, പാരാസെയിലിംഗ്, വാട്ടർ സ്കീയിങ് തുടങ്ങിയ ആധുനിക വാട്ടർ സ്പോർട്സ് ഇനങ്ങൾക്ക് കേരളത്തിൽ പ്രചാരം വർദ്ധിച്ചു വരികയാണ്. സ്വകാര്യ സംരംഭകരുടെ നിക്ഷേപങ്ങൾ ഈ രംഗത്ത് കൂടുതൽ ഉണർവേകുന്നു. കോഴിക്കോട് തുഷാരഗിരിയിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പായ മലബാർ റിവർ ഫെസ്റ്റിവൽ സാഹസിക ടൂറിസത്തിന് കേരളം നൽകുന്ന പ്രാധാന്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. കാര്യങ്ങളെല്ലാം പോസിറ്റീവാണെങ്കിലും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരാൻ വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴികളിലെ തടസ്സങ്ങളുമെല്ലാം നീക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ജല ടൂറിസം സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നായി മാറാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതിനായി സർക്കാരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം.
ഇനി എന്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം? ഒന്നും പൂർത്തിയായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. സംയോജിത ഗതാഗത ഹബ്ബുകൾ ഉണ്ടാവണം. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, വാട്ടർ മെട്രോ ടെർമിനലുകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആധുനികവും കാര്യക്ഷമവുമായ യാത്രാ ശൃംഖല ഒരുക്കണം. ജലാശയങ്ങളെ മലിനമാക്കുന്നതിനെതിരെ കർശന നിയമങ്ങൾ കൊണ്ടുവരണം. ഹൗസ് ബോട്ടുകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യം സംസ്കരിക്കാൻ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളതും സയൻറ്റിഫിക്കുമായുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കണം. ഹരിത കേരള മിഷൻ പോലുള്ള പദ്ധതികൾ ഇതിനായി കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ടിക്കറ്റ് ബുക്കിംഗ്, താമസ സൗകര്യം, ടാക്സി, വാട്ടർ സ്പോർട്സ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിലാക്കുന്ന ഒരു സമഗ്ര മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കണം. പെട്ടെന്നല്ലെങ്കിൽ പോലും സ്വകാര്യ യാനങ്ങൾക്കും ആഡംബര ക്രൂയിസുകൾക്കും കപ്പലുകൾക്കും സുരക്ഷിതമായി നങ്കൂരമിടാൻ സൗകര്യമുള്ള മറീനകൾ പ്രധാന തീരദേശ കേന്ദ്രങ്ങളിൽ നിർമ്മിക്കണം. എല്ലാ ബീച്ചുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വൃത്തിയുള്ള ശുചിമുറികൾ, വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങൾ, ലോക്കറുകൾ എന്നിവ ഉറപ്പാക്കണം. ജല ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ലൈസൻസിങ്, സുരക്ഷ, പരിശീലനം, നിരക്ക് നിശ്ചയിക്കൽ എല്ലാത്തിനും വ്യക്തവും സുതാര്യവുമായ ഏകീകൃത നയം രൂപീകരിക്കണം. പുതിയ സംരംഭങ്ങൾക്ക് അതിവേഗം അനുമതി നൽകാൻ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനം നടപ്പിലാക്കണം. എല്ലാ വാട്ടർ സ്പോർട്സ് ഓപ്പറേറ്റർമാർക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കണം. പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡുകളുടെയും ടൂറിസ്റ്റ് പോലീസിൻ്റെയും സാന്നിധ്യം എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും ഉറപ്പാക്കണം. ആലപ്പുഴയ്ക്കും കൊച്ചിക്കും പുറമെ മലബാറിലെ കവ്വായി, കാസർകോട്ടെ വലിയ പറമ്പ തുടങ്ങിയ സാധ്യതകൾ ഏറെയുള്ള പുതിയ സ്ഥലങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റ് ചെയ്യണം. ജല ടൂറിസം മേഖലയ്ക്ക് ആവശ്യമായ പരിശീലനം ലഭിച്ച ഗൈഡുകൾ, ഇൻസ്ട്രക്ടർമാർ, ബോട്ട് ഓപ്പറേറ്റർമാർ എന്നിവരെ വാർത്തെടുക്കുവാൻ പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. റാഫ്റ്റിങ്ങിനും കയാക്കിങ്ങിനും സാധ്യതയുള്ള കേരളത്തിലെ നദികളെ കോർത്തിണക്കി ഒരു അഡ്വഞ്ചർ ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കണം. ഇതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കേണ്ടതുണ്ട്. സർക്കാരുകൾക്കോ മറ്റു ഭരണകൂടങ്ങൾക്കോ മാത്രമല്ല, സമൂഹത്തിലെ നാം ഉൾപ്പെടെ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ മാറണം, മാറി ചിന്തിച്ചേ പറ്റൂ. ജലാശയങ്ങൾ നമ്മുടെ നാടിൻ്റെ സമ്പത്താണെന്നും അത് മാലിന്യമുക്തമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണെന്നുള്ള ബോധം സമൂഹത്തിൽ വളർത്തണം. ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന ശീലം പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കണം. ടൂറിസം വികസന പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ പോലുള്ള ജനകീയ കൂട്ടായ്മകളുടെയും സജീവ പങ്കാളിത്തം നമ്മൾ ഉറപ്പാക്കണം. ഇത് ഉത്തരവാദിത്ത ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ടൂറിസത്തിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യും. വിനോദസഞ്ചാരികളോട് സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറുന്ന ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. ചൂഷണം ഒഴിവാക്കി ന്യായമായ വിലയ്ക്ക് മികച്ച സേവനം നൽകാൻ വ്യാപാരികളും സേവനദാതാക്കളും തയ്യാറാവണം. മാറ്റം ഉറപ്പാണ്. നമ്മൾ നമുക്കുള്ള വിഭവങ്ങളെ കണ്ടെത്തുകയും കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് മുന്നേറാം. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ വാട്ടർ ടൂറിസം കൊണ്ട് നമുക്ക് പൊന്നുവിളയിക്കാം.